ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തേങ്ങ സേഫ് ആവാൻ വേണ്ടി റൂമിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അത് തിരിച്ചു കൊണ്ട് വണ്ടിയിൽ വെക്കണം. എന്നിട്ട് നേരെ പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് അവിടെ എത്താൻ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാർജിൻ്റെ അരിഞ്ഞ് വല്ലാണ്ട് മെൻഷൻ ചെയ്യണം. കാരണം നമ്മുടെ എറണാകുളം മൊത്തം കറങ്ങുന്നുണ്ട്. അതും പോരാണ്ട് ഇവിടുന്ന് ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ബാറ്ററി നമ്മൾ തിരിച്ചു പോകുമ്പോൾ കേട്ടോ പറയണം ഇനി കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ പോവാൻ നിന്നാ ഇത് വേണ്ട, പുറത്തോട്ട് ഇറങ്ങിയത് ഗ്ലാസ് ഇടാൻ വേണ്ടി ഡിക്കി ഇറങ്ങണം. പിന്നെ ഡിക്കി ഇറങ്ങി കറക്റ്റായി. വെൽക്കം. താങ്ക് യു. ഓക്കെ, കിട്ടി. ഹലോ, ആള് സ്ഥലത്തെത്തി. കിട്ടി. ശരി. ഇവിടെ എന്നാണ് ഇവിടെ വന്നല്ലേ വൈക്കല്? ഇവിടെ മാമസേക്കോ കല്യാണത്തിന്? അതന്നെ. ഇതാണ് MIT. ഇത് MIT ആണോ? MIT അല്ല, ഇലക്ട്രിക്കാ. അത് പറ. അതാ ശബ്ദം ഇല്ലാണ്ടോ അല്ലേ? ഇത് എങ്ങോട്ട് പോകാനാണ്? ഇതിപ്പോ ഞങ്ങളുടെ എൻ്റെ പെൺമക്കളുണ്ടേ ഇവിടെ, അവർക്ക് ഇച്ചിരി ഇതാക്കി തേങ്ങയാക്കി ഇവിടെ വർക്കരയൊക്കെ ആക്കി. പയ്യെ പോകണം. താഴേക്ക് നേരം പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. സൗണ്ട് ഇതിനകത്തും കുറെ കൊള്ളൂല്ലോ, അങ്ങനെ സൗകര്യം ഉണ്ടല്ലോ. ഇത് പുതിയതാണെങ്കിലേ? ഇത് പുതിയതാണോ? ഞാൻ 2 വർഷമായി. വാ, ഇതിലാണോ അപ്പോൾ നടക്കുന്നത്? ഞാൻ ഇതുമ്പോൾ തന്നെ നടത്താം. ഇത് നല്ല സംഗതി കുഴപ്പമില്ല അല്ലേ? ലാഭമായിട്ട് ഓടുന്നുണ്ടല്ലേ? ലാഭമായിട്ട് ഓടുന്നുണ്ട്. ഇപ്പം കുടഞ്ഞില്ല എന്തേ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈന്റ് ഒക്കെ വരും, എന്നാലും കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം കറങ്ങാളൊക്കെ ഉണ്ട്. കാരണം ഒരു ചാർജിങ് കഴിഞ്ഞാൽ ഏതാണ്ട് എത്ര എന്താ പറയുക കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റും? 1 കിലോമീറ്റർ ഇതൊരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 100-120. എങ്ങോട്ട് ഇടണ്ടേ? പെട്രോളിന്റെ കാര്യത്തിൽ നല്ല ലാഭമാണ്. ഇതിന് മുടക്കിച്ചിരി കൂടുതലായിരിക്കില്ല. ഇതിന് 1.5 ഞാനെടുത്തപ്പോ ഒരു 1.45. നല്ല കമ്പനിയാന്ന് തോന്നുന്നു അല്ലേ? ഉള്ളതിൽ കുറച്ച് മെച്ചമുള്ള ഇതാ, പിന്നെ കുറെ ഉണ്ട്. അത്രത്തോളം ഉണ്ടെന്ന് എനിക്കും അറിയത്തില്ല, ഞാനിതാ ഫസ്റ്റ് എടുത്ത്. പിന്നെ ഒരു കാര്യമാണ്, ഈ സംഗതിയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെയും വരും മോഡലുകൾ. അപ്പോൾ ഇച്ചിരി കുറയും വില. പിന്നെ അങ്ങനെ വില കുറയും. പക്ഷെ ഇതേതാണ്ട് ഒരു 120 cc കപ്പാസിറ്റി ഉണ്ട് അല്ലേ? 120 അല്ല, ഒരു 200 cc കപ്പാസിറ്റി. അപ്പോൾ ഗൈസ്, ഫുഡ് അവിടെ സെറ്റ് ആക്കേണ്ടത് നമ്മളെന്ത് ചെയ്തു, ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി നോക്കിയാൽ ഫുള്ള് ചെടിച്ചട്ടികളാണ്. പല ചെടികളാണ്. വീട്ടിലുള്ള അമ്മ വിദേശത്തുള്ള പിള്ളേരുടെ അടുത്ത് പോയപ്പോൾ ഇവിടുത്തെ ചാച്ചൻ തുടങ്ങിച്ച പരിപാടിയാണ് ഈ ചെടിച്ചട്ടികളൊക്കെ. വണ്ടീൻ്റെ ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി. നമ്മൾ 150 കിലോമീറ്റർ പറഞ്ഞു, പക്ഷെ നമ്മൾ 199 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, എന്തായാലും എറണാകുളം വന്നതല്ലേ, അപ്പം ഞാൻ എൻ്റെ മൊബൈലിലെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പം നമ്മൾ അടുത്ത കൂടെ പറഞ്ഞാൽ മറൈൻ ഡ്രൈവിലുള്ള പെൻറ്റഗണിലാണ്. അവിടെ പോയി ബാറ്ററി മാറ്റണം എന്ന്. അപ്പോൾ കേസ് മൊബൈൽ നേരായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഫ്രീ ടൈം ഉള്ളപ്പോൾ ഞാൻ കരുതി നേരെ മാർക്കറ്റിൽ കയറുമ്പോൾ ഫുള്ളി ക്രിസ്മസ് ഡെക്കറേഷൻ കേട്ടോ. ഫുള്ളി ക്രിസ്മസ് ഡെക്കറേഷൻ വന്നാൽ ഒരു ഏരിയ മൊത്തം ക്രിസ്മസ് ഡെക്കറേഷൻ ആണ്. വിലേൻ്റെ കാര്യം പറയാലോ, അത്യാവശ്യം നല്ല വില ഉണ്ട്. നിങ്ങൾ ബാർഗൻ ചെയ്യാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടും. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടൂല. അതങ്ങനെയാണല്ലോ. ഹോട്ട് വീൽസ് അല്ലെങ്കിലും ഹോട്ട് വീൽസ് പോലുള്ള ഒരുപാട് ടോയ് കാർസ്, നല്ല അടിപൊളി കാർസുകളുണ്ട്. ഡിഫൻഡർ, റേഞ്ച് റോവർ, അങ്ങനെ പല ടൈപ്പ് കാറുകളിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ. സ്റ്റാർസും രൂപങ്ങളും അല്ലാതെ പിന്നെ ലേഡീസിൻ്റെ
കമ്മല്, വള, അങ്ങനെ പല പല സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇതിനൊക്കെ പറഞ്ഞാൽ ഹോൾസെയിൽ കടയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊരു സെറ്റായിട്ട് വാങ്ങണം. എന്നുവെച്ചാൽ ഒരു 10 എണ്ണം അങ്ങനെ ഹോൾസെയിലായിട്ട് വലിയൊരു ക്വാണ്ടിറ്റിനെ നിങ്ങൾ വാങ്ങേണ്ടി വരും. നിങ്ങൾ മാർക്കറ്റ് കണ്ടിട്ട് എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ട അപ്പം തന്നെ കയറി വാങ്ങിയിട്ട് പകരം നിങ്ങളൊന്ന് കറങ്ങുക. സെയിം പ്രൊഡക്റ്റിന് ഒരുപാട് കടകളുണ്ടാവും. ഇനി ഡ്രസ്സാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും മാക്സിമം വില പേശി നോക്കുക, എന്നിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങുക. മറൈൻ ഡ്രൈവ് ഹൈവേ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറൈൻ ഡ്രൈവത്തെ ബ്രിഡ്ജ് കാണാം. അതുകൊണ്ട് ഇതേപോലെ നല്ല സൺസെറ്റ് ടൈമായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ അവിടെ പോയി നല്ല അടിപൊളി ഫോട്ടോ എടുക്കുക. അപ്പോൾ കഴിച്ച് ഞാൻ വണ്ടി ഫുള്ളാവാൻ കാത്തിരിക്കുന്നത് ഉണ്ട്. ഇപ്പോൾ 12:32 ആയിട്ടുണ്ട്. നമ്മളിനി നേരെ വിടുന്ന പറഞ്ഞാൽ പട്ടാമ്പിക്കാണ്. ഇപ്പോൾ എറണാകുളത്താണ് നമ്മൾ നേരെ പോകുന്നത്, പട്ടാമ്പിക്കാണ്. പട്ടാമ്പി പോകാൻ കാര്യം പറഞ്ഞാൽ തൃശ്ശൂർ എന്തായാലും വർക്കിംഗ് ആവില്ല. ഞാൻ കോസ്റ്റൽ ഏരിയ പിടിച്ചിട്ടാണ് നേരെ പോകുന്നത് പട്ടാമ്പിയാണ്. പട്ടാമ്പിയുള്ള സർവീസ് സെൻ്ററിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിച്ച് നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ ലോങ് പോകുന്ന ഒരാളോ അല്ലെങ്കിൽ പോകാൻ പ്ലാൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നാവിഗേഷൻ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കാറിനെ സെറ്റ് ചെയ്യാൻ നോക്കുക. ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഗൂഗിൾ മാപ്പ് സജസ്റ്റ് ചെയ്യും. ഈ ഷോർട്ട് കട്ട്സിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഉണ്ടാവുകയാണ് നല്ലൊരു കയറ്റം ഇറക്കാണ്. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, കയറ്റം കയറി കഴിഞ്ഞാൽ നന്നായിട്ട് ചാർജ് വലിയും. മൈലേജ് കൂട്ടാലോ എന്നുള്ള രീതിയിലാവും മിക്കവാറും ആൾക്കാർ ഷോർട്ട് കട്ട്സ് എടുക്കുക. നിങ്ങൾക്ക് മെയിൻ റോഡ് കൂടി പോയി കഴിഞ്ഞാൽ ഈ ചാർജ് വരുന്ന ഒരു കണക്കുണ്ടാവും. പക്ഷേ ഈ ഷോർട്ട് കട്ട്സിലൂടെ പോയി കഴിഞ്ഞാൽ ചാർജ് വരുന്ന ഒരു കണക്കും ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷോർട്ട് കട്ട്സ് ഒഴിവാക്കി മെയിൻ റോഡ് കൂടി തന്നെ പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മുടെ പട്ടാമ്പി പാലാണ്. നല്ല മഞ്ഞുണ്ടാവും, കാണാൻ നല്ല തണുപ്പുണ്ട്. എന്നുവെച്ചാൽ കോട്ടിട്ടിടെ പോയിരുന്നേ, എന്നിട്ടും തണുപ്പിന് രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണും അറിയില്ല. ഇതാണ് നമ്മുടെ പട്ടാമ്പിത്തെ ഷോറൂമിൽ നമ്മൾ എത്തിയാണ്. നമ്മൾ നേരത്തെ ഒരു ജംഗ്ഷൻ മെൻഷൻ ചെയ്തു, ഒരു സ്ഥലം നോക്കി വയ്ക്കാൻ പറയുന്നു. ആ ജംഗ്ഷനിൽ 800 മീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓലയുടെ ഷോറൂം ഉണ്ട്. ഞാനിപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളിനി ഇവിടുന്ന് ചാർജ് ചെയ്തിട്ടുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുക. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഏകദേശം 22 കിലോമീറ്റർ ഓടും, 14% ചാർജ് ഉണ്ട്. സമയം ഏകദേശം 3:13 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ എറണാകുളത്ത് മലപ്പുറം വരുന്ന ഒരാളാണെങ്കിൽ തൃശ്ശൂർ ഹൈപ്പർ ചാർജർ ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പട്ടാമ്പിലോട്ട് വരാം. ഒരു സേഫ് സ്പോട്ടാണ്. ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് പോവാം. അടുത്ത സ്പോട്ട് വരുന്നത് നല്ല നിലമ്പൂരോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ, തിരൂർക്കാടോ ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ സെയിൽസ് തേനും സർവീസ് തേനും നല്ല ഹോസ്പിറ്റാലിലുള്ള ആൾക്കാരാണ്. ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ഞാൻ വന്ന് ചാർജ് ചെയ്യുന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉള്ളിൽ കയറ്റിയിട്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സർവീസ് സെൻ്ററിലും നമുക്ക് ഉള്ളിൽ കയറിയിരിക്കാം, പക്ഷേ വിളിച്ച് കയറ്റിയിരിക്കുന്ന പറഞ്ഞാൽ അത്രയും എന്താ പറയുക, അവരെ ഹോസ്പിറ്റാലിറ്റി ലെവൽ നിങ്ങൾക്ക് ആലോചിക്കാൻ നോക്കും. ഒരു പ്രാവശ്യം നല്ല സമയമായിട്ടുണ്ട്. പിന്നെ ഞാൻ വല്ലാണ്ട് ടയർഡാണ്, ഈ രീതിയിൽ വണ്ടി ഓടിച്ചാലും ശരിയാവില്ല. പിന്നെ വണ്ടി ചാർജ് ആവാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ അവിടെ എടുത്ത് കിട്ടിയ കുറച്ച് കാർബോർഡ് ഉണ്ടായിരുന്നു, അത് വണ്ടിയുടെ സൈഡിൽ വിരിച്ചിട്ട് അതിൽ കടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വിരിച്ചിട്ടാണ്, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, നമുക്ക് ഇനി ഏകദേശം 56 കിലോമീറ്റർ പോകാണ്ട്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 55% ഏകദേശം ആയിട്ടുണ്ടാവും. പിന്നെ 82 കിലോമീറ്റർ ഓടാനും പറ്റും. സമയം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മെല്ലെ നീങ്ങാൻ നോക്കാം. ഞാൻ ഒരു 3 മണിക്കൂർ ഏകദേശം ഒന്ന് കിടന്നുറങ്ങി. 3 മണിക്കൂർ ഉറങ്ങി എന്ന് പറയല്ല, ചെറിയൊരു മയക്കം വാങ്ങി. പിന്നെ തണുപ്പിൻ്റെ കാര്യമാണ്, നല്ല തണുപ്പാണ്. ഹുഡിട്ടുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട്. തണുപ്പ് ഒരു രക്ഷയില്ല. കടകളൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ നീങ്ങട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒട്ടിക്കിട്ട മഞ്ഞാണ്, വല്ല ഊട്ടി വരെ മഞ്ഞ്. തണുപ്പിനൊരു കമ്മി കിടന്നു, നല്ല തണുപ്പുണ്ട്. എന്തൊരു തണുപ്പാടോ. ഇതേണ്ട പിള്ളേരൊക്കെ മദ്രസയിൽ പോകുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ സമ്മതിക്കില്ല, രാവിലെ എങ്ങനെ നീച്ച് പോകണോ ഈ തണുപ്പത്തൊക്കെ. ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നമുക്ക് ഈ ട്രിപ്പ് പോയതിൻ്റെ പേരിൽ ഒരു 1800 രൂപ ഫണ്ട് കിട്ടിയിരുന്നു. നമുക്കൊരു 700 രൂപ നമുക്ക് ഫുഡും കാരണം കുറച്ച് കാര്യങ്ങളായിട്ട് ചിലവായിപ്പോയി. നമുക്ക് ബാക്കിയുള്ള ഒരു 1000 രൂപ ഉണ്ട്. 1000 രൂപയുണ്ട് അടുത്ത് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. 126 കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓടിട്ടോ. 13% ചാർജ് ഞാൻ വണ്ടിയിലുണ്ട്. 19 കിലോമീറ്റർ നമ്മൾ ഏകദേശം ഓടും. ഇപ്പോൾ ഏകദേശം സമയം 7:32 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ യാത്ര അവസാനിപ്പിക്കുന്നില്ല. ഇനിയും നമ്മൾ പുതിയ പുതിയ യാത്രയോട് പോകും ഈ വണ്ടിയുമ്പോൾ തന്നെ. അപ്പോൾ ഗൈസ് റൈഡ് സേഫ്, ടേക്ക് കെയർ. ദിസ് ഈസ് മാരിയോ സൈനിങ് ഓഫ്.